നാളായല്ലേ വീഡിയോ ആയിട്ട് വന്നിട്ട് ഇന്നൊരു നല്ലൊരു വീഡിയോ കാണിച്ചു തരാം. അതായത് ഇവിടെ കുറച്ച് കുഞ്ഞു കരിങ്കോഴികൾ വിരിഞ്ഞിട്ടുണ്ട്. കുട്ടികളാണ് ഇന്ന് വിരിഞ്ഞിട്ടുള്ളൂ. അവരെ കാണിച്ചു തരാം. നമ്മുടെ കുറച്ച് പച്ചക്കറി, അതുപോലെ കോഴിക്കൂട് ഞങ്ങൾ ഓൾറെഡി കണ്ടതാണ്, എന്നാലും നിങ്ങളെ കാണിച്ചു തരാം. പിന്നെ നമ്മുടെ കുറച്ച് പച്ചക്കറികൾ ഉണ്ടായത്, പിന്നെ നമ്മുടെ ഗാർഡൻ, അങ്ങനെ മൊത്തത്തിൽ അക്വേറിയം എല്ലാം കൂടെ ഒരു കുറേ നാളിന് ശേഷമുള്ളൊരു വീഡിയോ അല്ല. അപ്പോൾ എല്ലാം കൂടെ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. കുറേ നാളായി നമ്മളൊരു വീഡിയോ ഇട്ടിട്ട്. പിന്നെ അതുപോലെ എല്ലാവരും സുഖമായിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു. പിന്നെ എന്തൊക്കെയാണ്, എല്ലാവർക്കും നല്ല വിശേഷങ്ങളല്ലേ. പിന്നെ ഇപ്പോൾ ഈയിടെയായിട്ട് പ്രാണിശല്യം നല്ല രീതിയിലുണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് നമ്മുടെ ഇവിടുന്ന് കൃഷിഭവനിൽ നിന്ന് നമുക്കൊരു ട്രൈക്കോഡർമ മിക്സ് ചെയ്തിട്ടുള്ള ചാണകപ്പൊടി കിട്ടിയിട്ടുണ്ട്. ഇനി അതൊന്ന് യൂസ് ചെയ്ത് നോക്കണം. എല്ലാം പെൻഡിങ് ആണ് കേട്ടോ, കുറേ നാളായി ഇറങ്ങി പുല്ലൊക്കെ പറിച്ചിട്ടൊക്കെ. പിന്നെ അത്യാവശ്യം നമുക്ക് പച്ചക്കറികൾ കിട്ടി. തക്കാളി ഒരുപാട് ലേറ്റായി നമുക്ക് ഉണ്ടാകാൻ, എന്നാലും നമുക്ക് ചെറിയ രീതിയിൽ ഇപ്പം ഉണ്ടായി വരുന്നുണ്ട്. വെണ്ടയ്ക്ക നന്നായിട്ട് കിട്ടി. പയറൊരു സീസൺ കംപ്ലീറ്റ് ഉണ്ടായി കഴിഞ്ഞു. പിന്നെ രണ്ടാമത് വിത്തിട്ടിട്ടുണ്ട്. അമര അതുപോലെ തന്നെ രണ്ടാമതും വിത്തിട്ടിട്ടുണ്ട്. അങ്ങനെ ഓവറോൾ ഇപ്പം നന്നായിട്ട് കിട്ടുന്നുണ്ട്. പിന്നെ കോഴിയുടെ വേസ്റ്റ് ഒരു അടിപൊളി വളമാണ് കേട്ടോ. കാരണം നമുക്ക് പശുവിൻ്റെത് നമുക്ക് ഉണക്ക ചാണകപ്പൊടിയാണ് കിട്ടുന്നത്. അപ്പം അത് മണ്ണിലൊന്ന് സെറ്റായി അതിനൊരു റിസൾട്ട് ഉണ്ടായി വരുമ്പോഴത്തേക്ക് എന്തായാലും കുറച്ച് ടൈം എടുക്കാറുണ്ട്. പക്ഷേ എന്താ പറയുക, നമ്മുടെ കോഴിയുടെ വേസ്റ്റ് അങ്ങനെയല്ല, പെട്ടെന്ന് തന്നെ റിസൾട്ട് ഉണ്ട്. നമുക്ക് വെണ്ടയ്ക്കയുടെ ഇലയൊക്കെ നല്ല വലിയ ഇലയാണ്, കായ അത്യാവശ്യം വലിപ്പമുണ്ട്. പിന്നെ ചീര അതുപോലെ നല്ല രീതിയിൽ ഉണ്ടാകുന്നുണ്ട്. അങ്ങനെ ഇതിൻ്റെ വേസ്റ്റ് അടിപൊളിയാണ്. അപ്പം കോഴിയുടെ എണ്ണം കുറച്ചും കൂടെ കൂട്ടിയാൽ നമുക്ക് ഇനിയും അതുപോലെ തന്നെ കുറച്ചും കൂടെ പച്ചക്കറിയും കിട്ടും. നമ്മൾ വാഴ വെച്ച ചീരയും കൂടി പറിക്കാമെന്ന് പറയുന്ന അതേ സിസ്റ്റം തന്നെയാണ്. മ്യൂച്വലിസ്റ്റാണ് അങ്ങോട്ടും ഇങ്ങോട്ടും. അപ്പോൾ നമുക്ക് പുറത്ത് പോയിട്ട് മൊത്തം വീഡിയോസൊക്കെ ഒന്ന് കണ്ടിട്ട് വരാം. ഒരുപാട് പയറുണ്ടായിട്ടുണ്ടായിരുന്നു, പക്ഷെ ഇപ്പോൾ ഏകദേശമൊക്കെ കഴിഞ്ഞു തുടങ്ങിയിട്ടുണ്ട്. പിന്നെ ഭയങ്കര പ്രാണിശല്യം. അപ്പോൾ ഞാനിപ്പം ഇവിടെ നമുക്ക് പച്ചമുളക് നന്നായിട്ടുണ്ടാവുന്നുണ്ട്. അപ്പോൾ പഴുത്ത പച്ചമുളകും കുറച്ച് എക്സ്പയറി ഡേറ്റ് കഴിഞ്ഞ അപ്പക്കാരത്തിൻ്റെ ഒരു പാക്കറ്റും ഉണ്ടായിരുന്നു. അപ്പോൾ അത് രണ്ടും കൂടെ ഇട്ട് അടിച്ച് കൊടുക്കുകയാണ്. പക്ഷെ കെയറിങ് വളരെ കുറവായതുകൊണ്ടാണ് കേട്ടോ അപ്പം ഇതൊക്കെ ഇങ്ങനെ നിൽക്കുന്നത്. കണ്ടോ, ഉറുമ്പ് കഴിക്കുകയാണ്, എല്ലാം ഉറുമ്പ് കഴിക്കുകയാണ്. ഇതാണ് അവസ്ഥ. പിന്നെ നമുക്കിപ്പോൾ കോഴി ഉള്ളതുകൊണ്ട് കോഴീൻ്റെ വേസ്റ്റ് ഇടുന്നതുകൊണ്ട് കുറച്ചും കൂടി ബെറ്ററാണ്. കെയറിങ് കുറവായതുകൊണ്ടാണ്, അല്ലെങ്കിൽ നന്നായിട്ട് പയറുണ്ടാവുമായിരുന്നു. പിന്നെ ഇതിന്ന് പാവലുണ്ടായിട്ടുണ്ടായിരുന്നു, പിന്നെ പടവലുണ്ടായിരുന്നു. എല്ലാം ഈ സെറ്റപ്പ് തന്നെയാണ് കേട്ടോ ഉണ്ടായിട്ടുണ്ടായിരുന്നത്. അതൊക്കെ പറിച്ചു. ഇന്ന് നമ്മൾ കറി വെച്ചതൊക്കെ അത് തന്നെയാണ്. ചീര കരണ്ട് കിടക്കുന്നുണ്ട്. ഇപ്പോൾ മുരിങ്ങ നമുക്ക് പിടിച്ചിട്ടുണ്ട്. കുറേ നാളത്തെ ശേഷമാണ് ഒരു മുരിങ്ങ മരം പിടിച്ചത്. പിന്നെ പച്ചമുളക് നമ്മുടെ കയ്യിൽ ഓൾറെഡി കുറേ വെറൈറ്റീസ് ഉണ്ട്. ഇത് വയലറ്റാണ്, പിന്നെ വെള്ളക്കാന്താരിയാണ്, ഇതതുപോലെ പച്ചക്കാന്താരിയാണ്. കായുണ്ട് ഇതിലൊക്കെ. പിന്നെ ഇവിടെ അതുപോലെ തന്നെ കുണ്ടമുളകുണ്ട്. പിന്നെ ഇത് ആനക്കൊമ്പനാണേ, ആനക്കൊമ്പൻ വെണ്ടയാണ്. വെണ്ടയുടെ മേലെയും കണ്ടോ പ്രാണികൾ കഴിക്കുന്നുണ്ട്. ഇത് നമ്മുടെ ചുമന്ന വെണ്ട. പിന്നെ ഇതാണ് നമ്മുടെ അഗസ്ത്യ ചീര എന്നൊക്കെ പറയുന്ന ചീര. എനിക്ക് വലിയ ഇഷ്ടമൊന്നുമായില്ല ടേസ്റ്റ്, പക്ഷേ ഭയങ്കര ഹെൽത്ത് ബെനിഫിറ്റ്സ് ആണെന്നാണ് കേട്ടത്. ഇത് നമുക്ക് കൃഷിഭവനിൽ നിന്ന് കിട്ടിയത് തന്നെയായിരുന്നു കേട്ടോ. പിന്നെ ചീരത്തൈകളാണ്. എൻ്റെ നന കുറവായത് കാരണം, ശ്രദ്ധിക്കാത്തത് കാരണം പുല്ലൊക്കെ നന്നായിട്ട് നിറഞ്ഞിട്ടുണ്ട്. ഇതിപ്പോൾ ഒരു വർഷത്തോളമായി റിപ്പോർട്ട് ചെയ്യാതെ ഇവിടെ തന്നെ വെച്ചുകൊണ്ടിരിക്കുന്ന അനാറിൻ്റെ പ്ലാന്റാണ്. ഇതും കുറച്ച് പച്ചമുളകുകളുണ്ട്. ഇത് കാന്താരി മുളകാണ് ഉണ്ടായത്. ബാക്കിയുള്ള മുളക് എന്താണെന്ന് കായ വന്നാലേ അറിയുള്ളൂ കേട്ടോ ഏത് ടൈപ്പാണ്. ഇവിടെ കുറേ വെറൈറ്റീസിലുള്ള ഞാനെല്ലാം കൂടെ ഒരുമിച്ചാണ് അങ്ങോട്ട് പോകാറുള്ളത്. നനയ്ക്കാറായിട്ടുണ്ട്, എല്ലാം ഉണങ്ങി കിടക്കുന്നുണ്ട്. പുല്ലൊക്കെ പറിക്കാത്തത് കൊണ്ട് നല്ല രീതിയിൽ പുല്ലും വളർന്നിട്ടുണ്ട്. പിന്നെ നനയ്ക്കാറുള്ളതാണ് കേട്ടോ, പക്ഷേ വെയിലിൻ്റെ കാഠിന്യം കൊണ്ട് കണ്ടാൽ തോന്നും നമുക്കിത് നനയ്ക്കാറേ ഇല്ലയെന്ന്. അമരയുടെ വിത്ത് ഞാൻ പാകിയതായിരുന്നു, അത് വളർന്നിട്ടുണ്ട്. നമുക്ക് മാറ്റി വേറൊന്നിലേക്ക് നടണം. കുറ്റിയമരയാണ് കേട്ടോ, ഞാനത് പടരാൻ അനുവദിക്കാറില്ല. അത് നന്നായിട്ട് അമര ഉണ്ടാവാറുണ്ട്. പിന്നെ ഇതൊക്കെ അതുപോലെ തന്നെ, ഇതൊക്കെ പ്രാണികളുടെ ആക്രമണമാണ്. അങ്ങനെ ആക്രമണമാണ്, എല്ലാം ഓരോന്ന് തിന്ന്. ഇതിലൊക്കെ അമര വലുതായിട്ടുണ്ട്, അമരച്ചെടിയുണ്ട്. ഇതൊക്കെ നമുക്ക് ഓരോ തൈ എടുത്തിട്ട് ഓരോന്നിലേക്ക് റിപ്പോർട്ട് ചെയ്യണം. ഇപ്പം നമ്മൾ അയലിൻ്റെ മേലെ കാറിട്ടൊക്കെ ഉണ്ട്, അപ്പോൾ ഞാൻ അതാണ് മെല്ലെ ഇങ്ങോട്ട് എടുത്തത്. പിന്നെ നമ്മുടെ അക്വേറിയം അതുപോലെ തന്നെ പച്ച പിടിച്ച് കിടക്കുന്നുണ്ട്. കോഴിക്കുട്ടന്മാരിതാണ് കേട്ടോ നമ്മുടെ പുതിയ കോഴിക്കൂട്. ഞാൻ ഓൾറെഡി കാണിച്ചു തന്നു എന്ന് വിചാരിക്കുന്നു.
ദാ ഇവരെ പിന്നിട്ട് കുറേ സ്റ്റോറി ഉണ്ട്. ഇവർ നമ്മൾ അടുത്തേക്ക് വരുമ്പോൾ ഫുഡ് കൊടുക്കാനാണെന്ന് വിചാരിച്ച് എല്ലാം കൂടെ വരും. നാടൻ കോഴിയാണെന്ന് വിചാരിച്ചിട്ട് റോഡ് സൈഡിൽ നിന്ന് വാങ്ങിയ കുഞ്ഞു കുട്ടികളാണ്. വളർന്ന് വലുതായപ്പം എല്ലാം ഇതാണ് അവസ്ഥ. ഇവർ പിന്നെ നമ്മുടെ ബ്രഹ്മയാണ്. പച്ചക്കറി ഇവിടെ ഉണ്ടായിട്ടുണ്ട്, വഴുതന ഉണ്ടായിട്ടുണ്ട്. കണ്ടോ, പച്ച വഴുതന ഉണ്ടായിട്ടുണ്ട്, അതിലുണ്ട് വഴുതന. ഇതൊക്കെ എന്തൊക്കെയോ പ്രാണികളും അസുഖങ്ങളൊക്കെയാണ്. പിന്നെ തക്കാളി ഇതാ കുഞ്ഞ് തക്കാളി ഉണ്ടാവുന്നുണ്ട്. അവിടെ ഒരു തക്കാളി പഴുത്ത് കിടക്കുന്നുണ്ട്. ഇത് സ്ട്രെയിറ്റ് ആയിട്ട് വെക്കാത്തത് തന്നെയാണ് കേട്ടോ. ഇതിനിവിടെ ചൂട് കൂടുതലായിട്ട് തക്കാളി തീരെ പ്രൊഡക്ഷൻ ഇല്ലായിരുന്നു. അങ്ങനെയാണ് ഞാനൊരു വീഡിയോയിൽ കണ്ടത്. ചൂട് കുറവ് ആക്കി കൊടുക്കാൻ നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് ഞാൻ വിചാരിച്ചു അങ്ങനെ നിലത്ത് കിടന്നുണ്ടാകട്ടെ. അപ്പം നിലത്ത് തണുപ്പുണ്ട്, കായ ഉണ്ടാവാൻ തുടങ്ങിയിട്ടുണ്ട്. മറ്റേത് ഫ്ലവർ ഉണ്ടാവും, കായ അവിടെ റീറ്റൈൻ ചെയ്ത് അവിടെ തന്നെ അങ്ങ് നിൽക്കില്ല, അതങ്ങ് കൊഴിഞ്ഞു പോവും. അതായിരുന്നു അവസ്ഥ. പിന്നെ ഇനി നമുക്ക് ആണ് നമ്മുടെ കോഴിക്കൂട് കേട്ടോ. നമ്മളിങ്ങനെയാണ് സെറ്റ് ചെയ്തിരിക്കുന്നത്. എനിക്ക് കോഴീനെ എടുക്കാൻ പേടിയാണ്, ടച്ച് ചെയ്യാനൊക്കെ പേടിയാണ്. അപ്പോൾ നമുക്ക് ഇങ്ങനെ ഒരു സ്പേസിൽ നമ്മൾ ഷീറ്റ് ഇടും. ആ ഷീറ്റ് എടുത്തിട്ട് നമുക്ക് പച്ചക്കറിക്ക് ഇട്ട് കൊടുക്കാം. താഴെ നമ്മളൊരു ഷീറ്റ് ഇടും. അപ്പോൾ നമുക്കിത് സിറ്റ് ഔട്ടിലേക്ക് സ്മെല്ലോ കാര്യങ്ങളോ ഒന്നും ഉണ്ടാവില്ല. നമുക്കൊരു കോഴികളുടെ എണ്ണത്തിനനുസരിച്ചാട്ടോ ഡെയിലി എടുത്ത് ക്ലീൻ ചെയ്യണം. ഇനി ഒരു കോഴി 2 കോഴിയൊക്കെ ഉള്ളെങ്കിൽ നിങ്ങൾക്കൊരു 2-3 ഡേയ്സ് കഴിയുമ്പോൾ എടുത്താലും മതി. പക്ഷെ റെക്കമെൻഡഡ് എപ്പോഴും ഡെയിലി എടുത്ത് ക്ലീൻ ചെയ്യുന്നത് തന്നെയാണ് കേട്ടോ. നമ്മുടെ ചെടിക്കുട്ടന്മാരൊക്കെ സെറ്റായിട്ടുണ്ട്. നമ്മുടെ ഇൻക്യുബേറ്റർ, ഇതിൽ നമ്മുടെ കോഴിക്കുട്ടീനെ, കരിങ്കോഴിയുടെ കുട്ടീനെ കാണിച്ചു കേട്ടോ. ഇത് തുറക്കരുത് എന്നൊക്കെ പറഞ്ഞ് പോയതാ. പിള്ളേർ കണ്ടു കഴിഞ്ഞാൽ പിന്നെ വിടില്ല. രണ്ടുണ്ടായിരുന്നില്ല, എന്നിവിടെ പോയി അതാ കോർണറിലുണ്ടോ പൊളിച്ചിരുന്നു. കാണുതവിടെ ആരും വിരിഞ്ഞിട്ടില്ല. 2 എണ്ണമാണ് ഇപ്പോൾ കറൻ്റ്ലി വിരിഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഇത്രയാണ് ഇന്നത്തെ വീഡിയോ. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ്.